നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എറണാകുളത്ത് താമസക്കാരനായ ജോൺസൺ ഔസേപ്പിനെ കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 2 ദിവസമായി ഈ പോലീസ് പ്രതിയെ പിടികൂടാൻ സാധിക്കാതെ തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പ്രതി ആരാണെന്ന് പോലീസ് ഇന്നാണ് സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ തന്നെ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. 4 സംഘങ്ങളായിട്ടായിരുന്നു പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ വിഷം കഴിച്ചെന്ന സംശയത്തിൽ ഇപ്പോൾ പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുറിച്ചിയിൽ ഹോം നഴ്സായി ജോലി നോക്കുകയായിരുന്നു ജോൺസൺ ഔസേപ്പ്. കഴിഞ്ഞ 7-ാം തീയതി മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. തിരികെ എത്തിയപ്പോൾ ഇയാളുടെ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ജോൺസൺ. ഇപ്പോൾ അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതി വിഷവസ്തു കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായാണ് വിവരം. പ്രതിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും വിവരമുണ്ട്. ജോൺസൺ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ നിന്നാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള സാധനങ്ങൾ എടുക്കാൻ എത്തിയതായിരുന്നു പ്രതി. അതിനിടയിലാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കൊലപാതകത്തിന് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി പുറപ്പെട്ട പ്രതി സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ കയറി സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പ്രതി സംസ്ഥാനം വിട്ടിട്ടില്ല, കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയത്ത് നിന്നാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ജോൺസൺ ആണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇയാൾ യുവതിയിൽ നിന്നും പണം തട്ടിയിരുന്നു. 1 വർഷകാലമായി കൊല്ലപ്പെട്ട യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ്. കഠിനകുളം വടക്കേവിള ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ആതിരയാണ് ചൊവ്വാഴ്ച ജോൺസൺ കൊലപ്പെടുത്തിയത്. അതിക്രൂരമായി കത്തി ഉപയോഗിച്ച് കഴുത്തറുത്താണ് പ്രതി ആതിരയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഈ പറയുന്ന പ്രതി ജോൺസൺ. ചെല്ലാനത്ത് നിന്ന് വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു ഇയാൾ. ഭാര്യയുമായി പിരിഞ്ഞ ശേഷം കൊല്ലത്തും കൊച്ചിയിലുമായി താമസിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതിനിടയിലാണ് ആതിരയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. ആതിരയും ജോൺസണും ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്നു. അങ്ങനെയാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത്. ഇതാണ് വലിയ അടുപ്പത്തിലേക്ക് നയിച്ചത്. ഇതിനിടെ കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന് ജോൺസന്റെ ആവശ്യം ആതിര നിരസിച്ചതാണ് കൊലപാതകത്തിന് വഴി തെളിയിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൂടെ വരണമെന്ന് സുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നതായി ആതിര ഭർത്താവിനോടും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്ന് ആതിര പറഞ്ഞതായി ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവും ഇത് പുറത്തു പറഞ്ഞില്ല. ആതിരയെ കൊലപ്പെടുത്താനുള്ള അവസരം നോക്കി ഒരാഴ്ചയോളം ഇയാൾ പെരുമാത്തുറയിലെ ലോഡ്ജിൽ താമസിച്ചിരുന്നതായി പോലീസ് തിരിച്ചറിഞ്ഞു. കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൊല്ലത്തൊരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ജോൺസൺ സിം കാർഡ് എടുത്തിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ പോലീസ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ പ്രതിയെ മാറ്റിയിരിക്കുന്നത്. പ്രതിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.